ഹലോ അസ്സലാമലൈക്കും. എന്തൊക്കെ വിശേഷം? സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ കാരമൽ സേമിയ പായസത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ആദ്യം തന്നെ സേമിയ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ റോസ്റ്റ് ചെയ്ത സേമിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ റോസ്റ്റ് ചെയ്യേണ്ട. അപ്പോൾ ഇത് റോസ്റ്റ് ചെയ്യാത്ത സേമിയാണ്. അപ്പോൾ അത് വെളിച്ചെണ്ണയിൽ ആണ് റോസ്റ്റ് ചെയ്യണത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നെയ്യിലൊക്കെ റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഞങ്ങൾ കഴിക്കുന്ന നെയ്യില്ലാത്തതുകൊണ്ട് വെളിച്ചെണ്ണയിലാണ് റോസ്റ്റ് ചെയ്യണത്. ഈ നെയ്യിൻ്റെ ചുവ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ തന്നെ റോസ്റ്റ് ചെയ്തോളി. ഇനി ആ സേമിയ ഒന്ന് റോസ്റ്റായി വന്നതിന് ശേഷം സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്തിട്ട് കുറച്ച് വറുക്കാത്ത സേമിയ എടുത്തുകൊണ്ട് അതിക്കിട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് ഞാൻ ആ പാത്രത്തിൽ തന്നെ കുറച്ച് പഞ്ചസാര ഇട്ടുകൊണ്ട് കാരമൽ ചെയ്യാൻ ഇട്ടതാണ്. അപ്പോൾ നീ കുറച്ച് നേരം ഒന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. അപ്പം തന്നെ അടിയിൽ ഇങ്ങനെ മെൽറ്റായി വരുന്നുണ്ടാവും ഷുഗർ. ഇപ്പോൾ ഇതാ ഈ വീഡിയോയിൽ കാണുന്ന പോലെ അത് മെൽറ്റായി വരും. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കരിയാതെ അങ്ങനെ മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതേപോലെ കട്ടൊക്കെ ആവും. ഒന്നും കണ്ടിട്ട് പേടിച്ചണ്ട. അതിതാ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ അങ്ങനെ മെൽറ്റായി വരും. അപ്പോൾ അതിങ്ങനെ ഗോൾഡൻ കളറായി വരും കേട്ടോ. ഇനി നല്ലോണം മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ അതിങ്ങനെ മെൽറ്റായി വരും. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇടാതെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ആക്കട്ടോ. എന്നിട്ട് ഈ കാരമലായി വന്ന ഇതിക്ക് ഷുഗർക്ക് നമുക്ക് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ നല്ലോണം മിക്സ് ചെയ്യുക. നമ്മൾ ധൃതിപിടിച്ച് ചെയ്യണം. അയക്കുന്നിട്ട് 1 ലിറ്റർ എത്ര നിങ്ങൾക്ക് വേണ്ടിച്ച അത്ര പാലെടുത്തിട്ട് ഇതിലേക്ക് ഒഴിക്കുക. വേഗം ചെയ്യേണ്ട പരിപാടിയാണ്. അങ്ങനെ ഇതാ ഇതിലേക്ക് പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഇതേപോലെ കട്ടായി വരും. അപ്പോൾ പേടിച്ചൊന്നും വേണ്ട. കുറച്ച് കഴിഞ്ഞാൽ അത് മെൽറ്റാവും. ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. അടിയിലൊന്നും പിടിക്കാതെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് തിളക്കാനായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ആ റോസ്റ്റ് ചെയ്ത സേമിയ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഇതിൽ കുറച്ച് ഏലക്കായ് പൊടിച്ചതും അതേപോലെ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി നെയ്യിലിട്ട് വറുത്തെടുക്കുന്നതാണ് നല്ലത്. പക്ഷെ ഞങ്ങൾ കഴിക്കപ്പോൾ നെയ്യില്ലാത്തതുകൊണ്ട് ഞാൻ വറുക്കാതെ തന്നെ ഇതിലേക്ക് ഇങ്ങനെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സേമി വെന്ത് കഴിഞ്ഞാൽ സ്റ്റൗ ഓഫ് ചെയ്യുക. എന്നിട്ടാട്ടോ ഞാൻ കാഷ്യൂനട്ടും അതേപോലെ കിസ്മിസൊക്കെ ഇട്ടിട്ട് അപ്പോൾ നമ്മൾ പായസം ഇവിടെ റെഡിയായി. ഇനി എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കൊണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ കാരമൽ പായസം ഇവിടെ നല്ല ടേസ്റ്റുള്ളൊരു കാരമൽ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.